നമ്മുടെ സ്വന്തം രാശേട്ടൻ്റെ കൈപ്പുണ്യം അത് ഒന്നൊന്നര കൈപ്പുണ്യം തന്നെ. നേരെ കിച്ചണിലേക്ക് പോയി. നമ്മുടെ രാശേട്ടൻ നല്ല പണിയിലാട്ടോ, നല്ല പണിയില്ല. ചിക്കൻ വറുത്ത് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ തന്നിട്ടിരിക്കുക. അവിയലുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ സൈഡ് കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് വൈകിട്ടേക്ക് വേണ്ടി സബോള വാട്ടുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ രാശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടി ഇത്രയും കൊല്ലം അധ്വാനിച്ച് തരുന്ന നമ്മുടെ രാശേട്ടനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. അതുപോലെ തന്നെ രാശേട്ടൻ കല്യാണ പരിപാടികളും എല്ലാം രാശേട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് ഇന്ന് വൈകിട്ടേക്കുള്ള ഓട്സ്, അതായത് നമ്മൾ വലി കഴിഞ്ഞ് വന്നാൽ ഓട്സും കാര്യങ്ങളും നമുക്ക് രാശേട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുക്കിങ്ങിൻ്റെ പരമായിട്ട് പറയുകയാണെങ്കിൽ രാശേട്ടൻ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിട്ടാണ് ഫുഡ് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഞാൻ രാശേട്ടനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ രാശേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ ഈ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് വേണ്ടി പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 4ാമത്തെ വർഷമാണ്. നല്ല ഫുഡ് അല്ലേ? ഫുഡ് കുഴപ്പമില്ലെന്നല്ലേ, നമ്മുടെ പിള്ളേരോട് ചോദിക്കണം അഭിപ്രായങ്ങൾ. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന്. മോശമാണ് നമ്മൾ വിളിക്കത്തില്ലല്ലോ. എന്തായാലും നല്ല രീതിയിലത്തെ ഫുഡ് തന്നെ കഴിക്കുന്നു. 4 കൊല്ലത്തെ പള്ളാതുരുത്തിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന നമ്മുടെ ചേട്ടൻ. ഒരു ടാറ്റ വന്നേ മതി. കല്യാണ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം രാശേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ രാശേട്ടൻ്റെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ നിർത്തുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.